പുതിയൊരു വീഡിയോയിലേക്ക് വ്യൂവേഴ്സിന് സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്ന വയനാട്ടിലെ നമ്മുടെ പ്രധാനമായ ജെയിൻ ടെമ്പിൾ പ്ലേസും ആയിട്ടുണ്ട്. ജെയിൻ ടെമ്പിൾ വയനാട്ടിൽ എല്ലാവരും വരികയാണെങ്കിൽ ടിക്കറ്റ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പറ്റിയ സ്ഥലമാണ്. ക്ലീൻ സിറ്റി എന്നറിയപ്പെടുന്നത് നമ്മുടെ വയനാട് സിറ്റിയാണ്. എല്ലാവരും കൂടെ ജെയിൻ ടെമ്പിൾ നമുക്ക് കാണാൻ പോവാം. 10-15 വട്ടം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സൊക്കെ കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. ഈ കുഴിക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന തുരങ്ക പാതയാണ് ഈ വഴി. ടിപ്പുവിൻ്റെ കാലത്തൊക്കെ ഈ വഴി തന്നെയാണ് പോകുന്നതെന്നൊക്കെ അതാണ് പറയുന്നത്. ഈ ജൈന ക്ഷേത്രം നിർമ്മിച്ചത് 13-ാം നൂറ്റാണ്ടാണ്. നമ്മൾ വയനാടിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ജൈനന്മാരാണ് ഫസ്റ്റ് കാല് കുത്തിയത് വയനാട്ടിൽ. ജൈനമത ക്ഷേത്രക്കാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആർക്കിടെക്ചർ വെച്ചിട്ടാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ടിപ്പു സുൽത്താൻ 18-ാം നൂറ്റാണ്ട് ജൈനന്മാരടുത്ത് നിന്ന് ഈ ക്ഷേത്രം പിടിച്ചെടുത്തു. പിന്നെ ടിപ്പു സുൽത്താൻ ആയുധപുരമാക്കി മാറ്റി ഈ ജൈൻ ടെമ്പിൾ. പ്രധാനമായി സ്റ്റോൺ വെച്ചിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചത്. അത് ഇവിടെയൊന്നും ഇല്ല. ഈ സ്റ്റോണ് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ സ്നേക്കിൻ്റെ ഒരു ചിഹ്നമുണ്ട്. ഇതിൻ്റെ വാല് നമ്മൾ കണ്ടെത്താൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കത് വാല് കണ്ടെത്താൻ പറ്റില്ല. വാല് കണ്ടെത്താൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. 4 തൂണിൽ വെച്ചിരിക്കുന്ന ഒരു കല്യാണ മണ്ഡപമാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലായിരുന്നു. ചില ടൈമുകളിൽ രാവിലെ നേരമൊക്കെ ഉണ്ടാവും, പ്രവേശനമൊക്കെ ഉണ്ടാവും. ഒരു വട്ടം ഞാൻ പോയപ്പോൾ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വഴി തെറ്റിപ്പോയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ പിടിച്ചെടുത്ത സമയത്ത് ബ്രിട്ടീഷുകാരെ വന്ന പേരാണ് സുൽത്താൻ ബേഗേഴ്സ്. പിന്നീടാണ് സുൽത്താൻ ബത്തേരി എന്ന് മാറിയത്. നമുക്ക് ഈ ക്ഷേത്രം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് പണ്ട് കാലത്ത് ചന്ദനമൊക്കെ അരയ്ക്കുന്ന ഒക്കെയാണ് പറയുന്നത്. ആയുർവേദത്തിൻ്റെ മരുന്നുകളും ഇതൊക്കെ അരയ്ക്കുന്നതൊക്കെയാണ് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ ആൾ. ഇങ്ങനെ വിടി.